കൊടുത്തിട്ടുണ്ട് അദ്ദേഹം ഈ RSS നേതാക്കളെ കണ്ടത്. അത് കൂടാതെ ഇപ്പോൾ താങ്കൾ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചു. അതിന് പലതിനും തെളിവുകൾ അടക്കമുള്ളതാണ് പൊതുസമൂഹത്തിന് മുന്നിൽ വന്നത്. എന്നിട്ടും MR അജിത് കുമാറിന് ഒന്നും സംഭവിക്കുന്നില്ല. MR അജിത് കുമാറിന് എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ ഒരു മാസത്തിനുള്ള റിപ്പോർട്ട് നൽകാനാണ് DGP ഏൽപ്പിച്ചത്. അതിൻ്റെ പ്രൈമറി അന്വേഷണങ്ങൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അൺഒഫീഷ്യലായിട്ട് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ഒഫീഷ്യലായിട്ട് ഇന്നാണ്, നിങ്ങൾക്കറിയാം, രാവിലെ 11 മണിക്കാണ് നമ്മൾ വന്നത്. 5 മിനിറ്റ് നിങ്ങളോട് സംസാരിച്ച 11:15 എടുക്കുന്ന മൊഴി 8:45 വരെ എടുത്തു. ഭക്ഷണം ഊണിന് പോലും ഞങ്ങൾ നിർത്തിയിട്ടില്ല. 2 വടയാണ് ഞാനും IG-യും കഴിച്ചത്. അതിനിടയ്ക്ക് കുറച്ച് ബിസ്ക്കറ്റും ചായകളും കിട്ടി. ഭക്ഷണത്തിന് പോലും നിർത്തണ്ട. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഐ ക്യാൻ മാനേജ്. ഭക്ഷണം കഴിക്കാൻ അതിനെ 1 മണിക്കൂർ കളയേണ്ടതില്ല. അങ്ങനെ ഭക്ഷണം പോലും, ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഉച്ചഭക്ഷണം പോലും കഴിക്കാതെയാണ് ഇത്രയും സമയം എടുത്തത്. അത് അതിൻ്റെ വഴിക്ക് സീരിയസ് ആയിട്ട് മുന്നോട്ട് പോകും. ഇപ്പം എൻ്റെ അടുത്ത് നിന്ന് മൊഴിയെടുത്ത ഉദ്യോഗസ്ഥനെ കുറിച്ച്, IG-യെ കുറിച്ച്, തൃശ്ശൂർ DIG-യെ കുറിച്ച് എനിക്ക് വ്യക്തിപരമായിട്ട് അദ്ദേഹം ഒരു നല്ല മനസ്സിലാണ് നിൽക്കുന്നത് എന്ന ഉത്തമ ബോധ്യത്തിലാണ്. ഞാൻ പറഞ്ഞു തീർക്കട്ടെ മാഷേ, നിങ്ങളെ അസുഖം എനിക്ക് മനസ്സിലായില്ല. അപ്പോ അങ്ങനെ ഈ കേസിനെ അട്ടിമറിച്ചു വരും. എന്നിട്ട് എൻ്റെ വിരടിക്ക് ഇടുക. ഇതൊന്നും കഴിയട്ടെ, നമുക്ക് നോക്കാം. ഈ 150 കോടിയായിട്ട് നമുക്കൊന്ന് മുന്നോട്ട് പോകാം. അത്രയും വിഷയത്തെ കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. അല്ല, ബോധ്യപ്പെടുത്തും. നിയമസഭയിൽ ഉന്നയിച്ച ഒരു കാര്യം, അത് പരാജയപ്പെട്ടു, വിജിലൻസ് തന്നെ പരാജയപ്പെട്ടു ആ കാര്യത്തിൽ പറയുമ്പോൾ അങ്ങനെക്ക് മുഖ്യമന്ത്രിയോട് പറയാലോ, അങ്ങ് ഭരണപക്ഷത്തിന്റെ MLA അല്ലേ? ഞാനത് മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ടുണ്ടോ? അതിൽ വീണ്ടും അന്വേഷണം വരുമെന്നുള്ള താങ്കൾക്ക് അറിയില്ലല്ലോ. അതിന് ഘട്ടമാവട്ടെ. അപ്പോഴേക്ക് ഞാൻ ഡൈവേർട്ടായി. ഞാൻ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയത്തിന്റെ പിന്നാലെയാണ് ഞാൻ. അതിൽ നിന്ന് എന്നെ ശ്രദ്ധ തിരിക്കാൻ നിങ്ങൾ ആരും വിചാരിച്ചിട്ടും കാര്യമില്ല. ഈ ഫോക്കസുമായി നമ്മൾ മുന്നോട്ട് പോകും. ബുധനാഴ്ച രാവിലെ താങ്കൾ ഇത് അറിഞ്ഞെന്ന് പറയുന്നു. അത് തെളിക്കപ്പെട്ട് താങ്കൾ അറിഞ്ഞ കാര്യം സതീശൻ അറിഞ്ഞോട് കൂടി പ്രസ് മീറ്റ് നടത്തുമെന്ന് പറയുന്നു. പിന്നീട് എത്രയും ഗൗരവതരമായ ആരോപണം സതീശൻ ഉന്നയിക്കുന്നു. ഇന്നാണ് താങ്കൾ പറയുന്നത് ഇത് വഴി തിരിച്ചുവിടാൻ വേണ്ടിയിട്ട് ഡിസിഷൻ നടത്തിയാണെന്ന കാര്യം. അപ്പോൾ ഇത്ര ദിവസം എന്തുകൊണ്ടാണ് താങ്കൾ അത് പറയാതിരുന്നത്? ഇന്നും പറയാനുള്ള കാരണം എന്താ അറിയാം? പറയാതിരുന്നതിന്റെ കാരണം ഇത് പറഞ്ഞിട്ട് ഇവിടെ ഒരു കാര്യമില്ല. ഈ ആരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഇന്ന് ഞാനത് പറയാനുണ്ടായ കാരണം, സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ ADGP അദ്ദേഹത്തിന്റെ ഔദ്യോഗിക കാർ മാറ്റിവെച്ച് ഒരു പ്രൈവറ്റ് കാറിൽ ഈ RSS നേതാവിനെ കണ്ടിരുന്നു എന്ന് അഡ്മിറ്റ് ചെയ്തതാണ്. ആ അഡ്മിറ്റ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യം ഞാൻ ഇപ്പൊ പറയാനുണ്ടായ കാരണം. മറ്റു കാര്യങ്ങളൊക്കെ ഇന്നലെ ഞാൻ വിശദീകരിച്ച എന്റെ മണ്ഡലത്തിൽ എന്റെ BJP 19,000 വോട്ടുണ്ടായിരുന്ന BJP എനിക്ക് നേരിട്ട് അനുഭവമല്ലേ? അന്വേഷിക്കുന്ന ഈ കാര്യം കഴിഞ്ഞതാണ്, മാധ്യമങ്ങൾ കൊടുത്തതാണ്. പിന്നെ ഈ നേരത്തെ VD സതീശനെതിരെ 150 കോടി രൂപ കൊണ്ടുവന്ന എന്നുള്ള ആരോപണം ഉന്നയിച്ച അതിനൊരു തെളിവില്ലാത്ത തള്ളിക്കളയാണെന്ന് സതീശൻ ചെയ്തു. അതും ED അന്വേഷിച്ചോട്ടെന്ന് കൂടെ പറയുന്നുണ്ട്. ഓക്കെ, 1 മിനിറ്റ്. അല്ല, ED ഞാൻ അന്വേഷിച്ച പ്രശ്നമില്ല. ED അന്വേഷിച്ചിട്ട് എന്താ സംഭവിച്ചത്? അതൊരു പുകമറയല്ലേ? ഞാനിന്ന് രാവിലെ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് ധൈര്യമുണ്ടെങ്കിൽ അദ്ദേഹം ഒന്ന് പറയട്ടെ. ഈ പുനർജനി തട്ടിപ്പ് ED അന്വേഷിക്കാൻ, കാരണം സ്റ്റേറ്റ് പോലീസിന് അന്വേഷിക്കാൻ കഴിയില്ല, വിദേശ ഫണ്ടാണ്. അതിന്റെ ഡീറ്റെയിൽസ് കിട്ടില്ല. ട്രാൻസ്ഫർ നടന്ന വിദേശത്തു നിന്നാണ്. ED അന്വേഷിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കട്ടെ. ആ അന്വേഷണത്തിന് കോലം തന്നെയാ പറഞ്ഞത്. അദ്ദേഹം എഴുതി കൊടുക്കട്ടെ. ഒന്ന്, നമ്പർ 1. ഇനി ഇപ്പൊ ഞാൻ പറയുന്നു, ഇനിയിപ്പോ അങ്ങനെ എഴുതി കൊടുത്താൽ തന്നെ ഈ വെല്ലുവിളി സ്വീകരിച്ച് അദ്ദേഹം എഴുതി കൊടുക്കാൻ സാധ്യതയുണ്ട്. എന്താ എഴുതി കൊടുത്താൽ? ആൾറെഡി ആ മാറ്റർ സെറ്റിൽഡാണ്. ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞു തീരട്ടെ. നിങ്ങൾക്ക് എന്താ എത്ര തിരക്ക്? പ്ലീസ്, ഞാൻ രാവിലെ വരെ വേണമെങ്കിൽ ഇവിടെ നിൽക്കാം, ഒരു പ്രശ്നമില്ല. ഞാൻ രാവിലെ 11 മണിക്കൂടെ ഒന്ന് ഇരുന്നല്ലേ, ഇനിയും ഇരിക്കാം. അപ്പൊ അത് തന്നെയാണ് ഇതിലെ വിഷയം. അപ്പോ ഇതിനെ പിന്നെ പറഞ്ഞ 150 കോടി ആരോപണം എന്താണ് തീരുമാനം? എന്താ സംഭവിച്ചത്? നിയമസഭയിൽ ഞാൻ പറഞ്ഞ അങ്ങാടി പാടിയതല്ലല്ലോ, ഈ ഇതുപോലെ പാട്ടല്ലല്ലോ ഉണ്ടായത്. കേരളത്തിന്റെ നിയമസഭയിൽ അന്ന് പ്രസംഗിച്ചു പോയതല്ല. പ്രതിപക്ഷ നേതാവിനെ പോലെയുള്ള ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാർക്കെതിരായാലും പ്രതിപക്ഷ നേതാവിനെ എതിരായാലും ഒരു അഴിമതി ആരോപണം അവിടെ ആരോപിക്കണമെങ്കിൽ എഴുതി കൊടുക്കണം, അല്ലെങ്കിൽ രേഖയിൽ ഉണ്ടാവില്ല. നാട്ടുകാരെ പറ്റിക്കാനാണെങ്കിൽ എനിക്ക് എഴുതി കൊടുക്കേണ്ട ആവശ്യമില്ല, ഈ വാർത്ത അങ്ങോട്ട് വരും.
PV അൻവർ സ്പീക്കറെ കണ്ട് നേരിട്ട് എഴുതി കൊടുത്ത് അനുമതി വാങ്ങിയിട്ടാണ് പ്രസംഗിച്ചത്. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.